ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനയും രേവതിക്കുട്ടിയും ഫോണിൽ സംസാരിക്കുക കേട്ടോ. സംസാരിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, വൈജയന്തിയുടെയും സ്റ്റാലിൻ ജോസഫിൻ്റെ മകളാണ് ഞാനെന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യോ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? അലീന ചേച്ചിക്ക് സ്വന്തം അച്ഛനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കാണുന്നല്ലേ, ഇതെങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, പാവ അച്ഛൻ എൻ്റെ അച്ഛനെ തേടി കണ്ടുപിടിച്ച് ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചിയും ചേച്ചിയുടെ പപ്പയും ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു എക്സ്പ്രഷൻ? ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചോ, ഹഗ് ചെയ്തോ, എന്തായിരുന്നു? പെട്ടെന്ന് പറ ചേച്ചി, എനിക്ക് ശ്വാസം മുട്ടുന്നു സത്യങ്ങളൊന്നും അറിയാതിരിക്കുമ്പോൾ എന്ന് പറയാണ്. എന്നിട്ട് അലീന രേവതിക്കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറയാം കേട്ടോ. കടപ്പാട്ടൊരു വീട്ടിലേക്ക് സ്റ്റാലിൻ ജോസഫ് വന്നതും അവിടെ ഞാൻ ചായ കൊണ്ട് കൊടുത്തതും തിരിച്ചു വരുന്ന സമയത്ത് അച്ഛൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതും എല്ലാം രേവതിക്കുട്ടിയോട് അലീന തുറന്ന് പറയാം കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങോട്ട്, എങ്ങനെയാണ് ചേച്ചി? അവർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഉണ്ട് എന്നാണ് പറഞ്ഞത്, പക്ഷേ അവർ ഇവിടെയല്ല താമസം, വേറെയാണ് താമസം എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അപ്പോൾ അവരറിഞ്ഞാൽ ഇനി വീണ്ടും കുടുംബകലഹം ഉണ്ടാവില്ലേ ചേച്ചി, എങ്ങനെയാണ് അവരെ പ്രതിരോധിക്കുന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല മോളെ, ഞാൻ വന്നതിന് ശേഷം ഒരു രാത്രി ഇരുണ്ട് വെളുത്തു, അതുമാത്രം എനിക്കറിയാമെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ എന്നാൽ വെച്ചോട്ടെ മോളെ, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുക കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി നേരെ പോകുന്നത് ഗ്രേസി ആൻറ്റീൻ്റെ അടുത്തേക്കും അങ്കിളുടെ അടുത്തേക്കും കേട്ടോ. എന്നിട്ട് രേവതിക്കുട്ടി ഒരു കഥ പറയുന്ന പോലെ അവർ രണ്ടുപേരോടും അലീനയുടെ ഇപ്പോഴത്തെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പറയുന്ന സമയത്ത് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ്, പട്ടാളക്കാരൻ ഒരു ആൻറ്റീനെ പ്രേമിച്ചു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്കിള് ചോദിക്കുന്നത്, ഈ പട്ടാളക്കാരൻ എവിടെയാണ് ഒരു പ്രേമിക്കാനൊക്കെ സമയം കിട്ടുന്നുണ്ട് എന്നും പറയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, സമയം കണ്ടെത്തി പ്രേമിച്ച ഒരാളെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയാണ്. എന്നിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, ആ സ്ത്രീയുടെ പേര് വൈജയന്തി എന്നാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആ ആൻറ്റി പറഞ്ഞത് കറക്റ്റാണെന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതിക്കുട്ടി പറയാണ്, ഇനി ആ വൈജയന്തി മാഡത്തിൻ്റെ കഥയൊന്നും ഇനി നമ്മൾ പറയണ്ടല്ലോ. വൈജയന്തി മാഡം പ്രസവിച്ച ഒരു കുഞ്ഞ് അനാഥാലയത്തിൽ വളർന്ന് ഇപ്പോൾ ഇത്ര വരെയായി, ആ കുഞ്ഞിൻ്റെ പേര് അലീന എന്നല്ല എല്ലാവർക്കും അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം അങ്കിള് പറയുന്നുണ്ട്, ആ കഥയൊന്നും നീ ഇനി പറയണ്ട, അത് ഞങ്ങൾക്ക് കാണാൻ പാടാമെന്ന് പറയാണ്. അത് പറഞ്ഞു തീരുമ്പോഴേക്കും അലീന പിന്നെയും വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് അലീന പറയാണ്, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നു, അത് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചിന്ന്? അന്നേരം അലീന പറയുന്നുണ്ട്, നീ ആരോടെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിൽ സ്റ്റാലിൻ ജോസഫ് എന്ന് പേര് പറയാൻ പാടില്ല എന്ന് പറയാണ്. അന്നേരം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അതെന്താ? ഞാനിപ്പോൾ അങ്കിളിനോട് ആൻറ്റിയോട് ഇപ്പോൾ സ്റ്റാലിൻ ജോസഫ് എന്ന പേര് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിയും കടപ്പാട്ടരും ഈ സ്റ്റാലിൻ ജോസഫ് എന്ന പേര് കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്ന് പറയാണ്. പിന്നെ അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞതിൽ പ്രശ്നമില്ല, പക്ഷേ മറ്റാരോടും പറയാൻ പാടില്ല എന്ന് പറയാണ്. എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് ഞാൻ ഏറ്റു, ആൻറ്റിയോട് സംസാരിക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക കേട്ടോ. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആൻറ്റി സുഖമാണോ, അങ്കിളിന് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുക കേട്ടോ. എന്നിട്ട് അലീന പറയാണ്, ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് അതിലേ വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അച്ഛന് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, കുറേ ദൂരം പിന്നെയും ഡ്രൈവ് ചെയ്യണ്ടേ എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാമച്ചൻ അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആൻറ്റി പറയുന്നുണ്ട്, മാമച്ചൻ ഞങ്ങളുടെ എപ്പോഴും അസുഖമല്ലേ, ഹോസ്പിറ്റലിൽ വീട് എന്നല്ലേ പോകുന്നതെന്ന് പറയാൻ. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊരു വയസ്സായ അങ്ങനെ തന്നെയല്ലേ ആൻറ്റി. എന്നിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ കുളത്തുപുഴയ്ക്ക് പോയി, നീ ഇപ്പോൾ എവിടെയാ, ആരെ വീട്ടിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടി ഒന്നും പറഞ്ഞില്ലേന്ന്. അന്നേരം ആൻറ്റി പറയുന്നുണ്ട്, അവൾ ഇവിടെ ഒരു കഥാപ്രസംഗം നടത്താൻ ഒരുങ്ങിയ വൈജയന്തിയും ഒരു സ്റ്റാലിൻ ജോസഫിൻ്റെയും കഥ പറഞ്ഞ് തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അലീന പറയുന്നുണ്ട്, ആ സ്റ്റാലിൻ ജോസഫിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ എന്ന് പറയാണ്. അന്നേരം ആൻറ്റി പറയുന്നുണ്ട്, അപ്പോൾ സ്റ്റാലിൻ ജോസഫ് എന്ന് പറയുന്നത് അലീനയുടെ എന്ന് പറയുന്ന സമയത്ത് അലീന പറയാണ്, ഞാനിപ്പോൾ എൻ്റെ പപ്പയുടെ വീട്ടിലാണെന്ന് പറയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ആൻറ്റി ഞെട്ടിയോന്ന്? എന്നിട്ട് ആൻറ്റി പറയുന്നുണ്ട്, ആ ഞെട്ടി, അവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ അലഞ്ഞ് തിരിഞ്ഞ് തേടി കണ്ടുപിടിച്ച് തന്നതാണെന്ന് പറയാണ്. എന്നിട്ട് ആൻറ്റി പറയാണ്, ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ അങ്കിളുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഞാനിപ്പോൾ കുളത്തുപുഴയാണ്, എൻ്റെ പപ്പയുടെ വീട്ടിലാണ്, അങ്കിളിനെ അറിയായിരിക്കുമല്ലോ, അങ്കിള് പട്ടാളത്തിലായിരുന്നില്ല, ഒരു സ്റ്റാലിൻ ജോസഫ് എന്ന് പറയാണ്. അന്നേരം അങ്കിൾ പറയുന്നുണ്ട്, ഞാൻ എവിടെയോ കേട്ട് മറന്ന പോലെ തോന്നുവാന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാൻ ഫോൺ വെക്കുക, ബാക്കി രേവതിക്കുട്ടി പറയുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ.
എന്നിട്ട് ആൻറ്റി പറയുന്നുണ്ട് ഇത് ഭയങ്കര സംഭവമായിരിക്കുന്നല്ലോ മാമച്ച, ആ ബാലചന്ദ്രനെ സമ്മതിക്കണം, എന്നാലും അവളെ അച്ഛനെ തേടി പിടിച്ച് അവരെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തല്ലോ എന്ന് പറയാണ്. അന്നേരം അങ്കിൾ പറയുന്നത് അതെല്ലാം ഞാൻ ആലോചിക്കുന്നത് ആ സ്റ്റാലിൻ ജോസഫിനെയാണ്, എവിടെയോ കേട്ട പോലെ തോന്നുക എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് അലീനയും അവിടുത്തെ നായ്ക്കളെ ആട്ടോ. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇനി മുതൽ എന്നെയും കൂടി സഹിക്കണം കേട്ടോ, ഇതൊക്കെ എനിക്ക് ശീലമില്ലാത്ത കാര്യങ്ങളല്ലേ, ഇനിയെങ്കിലും കുറച്ച് ശീലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യം മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഈ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ അനിയത്തിമാർക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുക കേട്ടോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പൗലോസും ഡ്രൈവർ ഏട്ടനും സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവന്മാരെ എങ്ങനെ അവൾ കയ്യിലെടുത്തു, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കടിച്ചു കീറുന്ന ഐറ്റങ്ങളാണ്. ആ സിനിമ ഷൂട്ടിങ്ങിനുള്ള സമയത്ത് ഒരാളെ കടിച്ചു കീറിയത് ഓർക്കുന്നില്ലേ എന്ന് പറയാണ്. അന്നേരം ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട് അയ്യോ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്നോട് കടിച്ചു കീറിയത് ഞാൻ ഓർക്കുന്നെന്ന് പറയാണ്. പൗലോസ് പറയുന്നുണ്ട് കാഞ്ഞതിനെ ആ പെണ്ണ് സൂക്ഷിച്ചോ എല്ലാവരും എന്ന് പറയാണ്. ആ സമയത്ത് അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ വിസിലും കേൾക്കുന്നുണ്ട്. എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട് അയ്യോ എത്രാമത്തെ വിസിലാണെന്ന് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഓടിപ്പോവുക കേട്ടോ. എന്നിട്ട് ഡ്രൈവർ ഏട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്നും കഞ്ഞിയായിരിക്കും എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൊരു വീട് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ സോഫയിൽ ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളാണെങ്കിലും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് അലീന അയച്ചു കൊടുത്ത ഫോട്ടോസ് അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ആദ്യം വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവരെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി നോക്കുക കേട്ടോ. എന്നിട്ട് പറയാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ഞങ്ങൾക്ക് സ്റ്റഡി ടൈം ആയിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ വൈജയന്തി ചോദിക്കുന്നുണ്ട് അതെന്ത് ടൈം എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ഞങ്ങളൊരു ടൈം ടേബിൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതിന് ടൈം ആയിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് അതിന് മുമ്പേ നിങ്ങൾക്ക് പഠിച്ചാൽ എന്തേ തർക്ക് കയറുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 പേരും വഴക്കൂടുക കേട്ടോ. എന്നിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഞങ്ങളൊരു 10 മിനിറ്റിനുള്ളിൽ പഠിക്കാൻ പോകും, അതാണ് ബബിതേച്ചി ഉദ്ദേശിച്ചതെന്ന് പറയാണ്. എന്നിട്ട് ബബിത പറയുന്നുണ്ട് ഇത്ര നാളും ഞങ്ങളോട് പറയാൻ ഇവിടെ അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെ പോയതാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നിങ്ങളെ സ്റ്റഡി ടൈം ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് സോഫയിൽ തന്നെ ഇരിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും പിന്നെയും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും പരിപാടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോളും ബബിതയും പറയുന്നുണ്ട് നോക്ക് അച്ഛാ അലീന ചേച്ചി ഫോട്ടോ അയച്ചിട്ട് തന്നിട്ടുണ്ട്, അവിടെ നായ്ക്കളെ കൂടെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തന്നാന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ ശരി നമുക്കൊന്ന് അലീനയെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വിളിക്കുക കേട്ടോ. ആ സമയത്ത് അലീന ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ടാകുമ്പോൾ കൃഷ്ണമോളും ബബിതയും പറയുന്നുണ്ട് ഞങ്ങളും ഉണ്ട് എന്ന് പറയണം. അന്നേരം അലീന പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടൈം ആയില്ലേ പിള്ളേരെ, ഞാൻ പോയതോടുകൂടി അതൊക്കെ പോയോന്ന് പറയാണ്. അന്നേരം രണ്ടാളും പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞങ്ങളിപ്പോൾ പഠിക്കാൻ പോകുമെന്ന് പറയാണ്. എന്നിട്ട് ബബിത ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അവിടെ, ഞങ്ങളെപ്പോൾ കൊണ്ടുപോകുമെന്ന് പറയാട്ടോ. ആ സമയത്ത് വൈജയന്തി ഇങ്ങനെ ഞെട്ടുന്നുണ്ട് കേട്ടോ, എന്തിനാ ഇവിടെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവർ റൂമിലോട്ട് പോകുന്ന സമയത്ത് വൈജയന്തി പോയിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ അവളുടെ അടുത്ത് പോയിട്ട് മതിയായില്ലേ, അവൾ എവിടെയോ വേല നിൽക്കുന്നത്, എന്നിട്ട് അവളടുത്തേക്ക് എന്തിനാ പിന്നെയും പോകുന്നതെന്ന് പറഞ്ഞിട്ട് 3 പേരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ. അവിടുന്ന് ബാലചന്ദ്രനാണെങ്കിൽ അലീനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോവുക കേട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നത് പോലെ പിള്ളേരുടെ അടുത്ത് സംസാരിക്കാൻ പോവേണ്ട, നിനക്ക് കിട്ടുമെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി തിരിച്ച് പറയാൻ നിൽക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇങ്ങോട്ടൊന്നും തിരിച്ച് പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഫോണിലാന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് കൊണ്ട് പോവാട്ടോ. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല ഇവിടെ ഒന്നും പ്രശ്നമില്ല എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് സ്റ്റാലിനെ കേട്ടോ. സ്റ്റാലിൻ റൂമിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് അപ്പച്ചൻ ഫോൺ വിളിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞല്ലേ, ആരോ ഇവിടെ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അന്നേരം അപ്പച്ചൻ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട, എന്നിട്ട് എന്തേ എന്നോട് ഒരു വാക്ക് പോലും പറയാഞ്ഞെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു മകളുണ്ടെന്ന കാര്യം അപ്പച്ചനോട് പറഞ്ഞതല്ലേ,